നമസ്കാരം. ഈ രുദ്രാഭിഷേകം ഒക്കെ നടത്താറുണ്ടല്ലോ. ശിവോഹം ശിവോഹം എന്നത് സുവ്യക്തമാകാനാണ് രുദ്രാഭിഷേകം. പരമേശ്വരപ്രീത്യർത്ഥം എന്ന് സങ്കല്പിച്ചാണ് രുദ്രാഭിഷേകം ചെയ്യണത്. പരമേശ്വരൻ പ്രീതിയാവും. 11 ദ്രവ്യങ്ങൾ ഇതിൽ അഭിഷേകം ചെയ്യും. നല്ലെണ്ണ, പഞ്ചഗവ്യം, പഞ്ചാമൃതം, നെയ്യ്, പാല്, തൈര്, തേൻ, കരിമ്പ്, ചെറുനാരങ്ങ, കരിക്ക്, കളഭം. ഇങ്ങനെയാണ് 11 ദ്രവ്യങ്ങൾ. തത്വവിചാരം കൊണ്ട് ധാരമുറിയാതെ എപ്പോഴും തന്നിൽ തന്നെ സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആ ശിവസ്വരൂപത്തിൽ നമ്മുടെ ജ്ഞാനാനുഭവം ഉറയ്ക്കണം. അതാണ് രുദ്രാഭിഷേകം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ആദ്യ ദ്രവ്യമായിട്ടുള്ള നല്ലെണ്ണ, ആ നല്ലെണ്ണ തേച്ച് സ്നാനം ചെയ്യുമ്പോൾ അതിലുള്ള ഔഷധഗുണം, ആ നല്ലെണ്ണയിലുള്ള ഔഷധഗുണം ശരീരം മുഴുവൻ വ്യാപിച്ച് ശരീരശുദ്ധി ഉണ്ടാവും. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി തുടങ്ങിയ ഈ ജ്ഞാനേന്ദ്രിയങ്ങൾ പഞ്ചഗവ്യത്തിനാൽ ശുദ്ധിയാവും. പഞ്ചഗവ്യ പുണ്യാഹം എന്നൊക്കെ പറയും. ഈ പഞ്ചഗവ്യം കൊണ്ട് ഇത് ശുദ്ധമാകും. അങ്ങനെ ശുദ്ധമായി കഴിഞ്ഞാൽ ശുദ്ധിയായ ആ കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി തുടങ്ങിയ ആ ജ്ഞാനേന്ദ്രിയങ്ങളിൽ കൂടി ജിഹ്വാമേ മധുമത്തമാ കർണാഭ്യാം ഭൂരിവിശ്രുവം ഭദ്രം കർണേഭിഃ ശൃണുയാമ ദേവാഃ ഭദ്രം പശ്യേമാക്ഷഭർയഛത്രാഃ. അങ്ങനെ തുടങ്ങിയ ആ ഉപനിഷത്ത് അമൃത വചനങ്ങൾ, പഞ്ച അമൃത രൂപത്തിൽ, അതാണ് പഞ്ചാമൃതം, അമൃത രൂപത്തിൽ ഈ 5 ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ ബഹിർഗമിക്കും. അത് കഴിഞ്ഞ് നമ്മുടെ അന്ധകരണമാണ് മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. ഇത് ശുദ്ധമാവണം. അപ്പം മനസ്സിൻ്റെ പ്രതീകമായിട്ടാണ് നെയ്യ് അഭിഷേകമൊക്കെ അതിനാണ്. അതേമാതിരി ഇത് പുറമേ അല്ലാതെ അകമേ ഇതിൻ്റെ തത്വവിചാരം ചെയ്ത് ശിവസ്വരൂപത്തിനെ അറിയണം. അപ്പം ബുദ്ധി പാലുപോലെ വെളുത്ത് നല്ല തെളിച്ചം വരുമ്പോൾ നമ്മൾ ഉയർന്ന മണ്ഡലങ്ങളെ കുറിച്ച്
അറിയാൻ, നമുക്ക് ഉയർന്ന മണ്ഡലങ്ങളെക്കുറിച്ച് അറിയാൻ സാധിക്കും. അതേമാതിരി ശുദ്ധമായ പാലിൽ ഉറയൊഴിച്ചാൽ അത് മറ്റൊന്നായി മാറുന്നതാണ് തൈര്. അപ്പൊ ചിത് സ്വരൂപമായ നമ്മൾ വിചാര വികാരങ്ങളായ ആവരണം കൊണ്ടിങ്ങനെ മൂടി ചിത്തായിരുന്ന നാൾ നമ്മൾ ചിത് സ്വരൂപമായിരുന്ന നാൾ ചിത്തായി മാറപ്പെടുന്നു. എത്രയോ വലിയ പാത്രത്തിൽ കുണ്ഡലികളിലൊക്കെ ഉണ്ടായിരുന്നതായ പാല് ഒരു അര ടീസ്പൂൺ തൈരൊഴിച്ചു കഴിഞ്ഞാൽ അത് പാല് മുഴുവൻ മാറി തൈരായിട്ട് മാറും. അങ്ങനെ നമ്മൾ ചിത് സ്വരൂപമായ നമ്മൾ ചിത്തായിട്ട് മാറും. അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി, തസ്മാത് വളരെ ജാഗ്രതയോടുകൂടി ചിത് സ്വരൂപത്തിൽ, അവനവൻ്റെ സ്വരൂപത്തിൽ നിൽക്കാൻ പഠിക്കണം, അറിയണം. അടുത്തത് തേനാണ്. തേൻ ആവശ്യത്തിൽ കൂടുതൽ കഴിച്ചാൽ മത്ത് പിടിച്ച മാതിരിയാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താവും? അഹം ബോധത്തിൽ നിന്നും അഹങ്കാരത്തിലേക്ക് എത്തും. ഈ നല്ലെണ്ണയിലൂടെ ശരീരശുദ്ധിയും പഞ്ചാമൃതത്തിലൂടെ കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി തുടങ്ങിയ ജ്ഞാനേന്ദ്രിയ ശുദ്ധിയും, നെയ്യ്, പാല്, തൈര്, തേൻ തുടങ്ങിയ ദ്രവ്യത്തിലൂടെ അന്ധക്കരണം, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം തുടങ്ങിയവ ശുദ്ധമാകുമ്പോൾ ഈ അന്ധക്കരണ ശുദ്ധിയും വന്ന് നമ്മൾ ലോകവ്യവഹാരത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ മുമ്പിൽ കരിമ്പ് പോലെ മധുരമായ സുഖാനുഭവവും ചെറുനാരങ്ങ പോലെ പുളിയും ചവർപ്പും ലേശം കയ്പും ആയിട്ടുള്ള വിഷമമായിട്ടുള്ള അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും, അല്ലേ? അപ്പൊ നമ്മൾ പിഞ്ചു കുഞ്ഞിനെ പോലെ സങ്കല്പ വികല്പങ്ങളില്ലാതെ സമഭാവത്തിൽ നിന്ന് അതിനെ അഭിമുഖീകരിക്കണം. അതിനാണ് ബാലനാളികേരം അല്ലെങ്കിൽ കരിക്ക് എന്ന് പറയും. ഇളനീര്, അല്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെ വന്ന് നമ്മൾ ഈ ജ്ഞാനാനുഭവ ആ പന്ഥാവിലൂടെ, ആ വഴിയിലൂടെ നമ്മൾ നീങ്ങുമ്പോൾ, ആ പന്ഥാവിലൂടെ പോകുമ്പോൾ, സഞ്ചരിക്കുമ്പോൾ നമ്മുടെ അകമേ കളഭം ചന്ദ്രം എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ കുളിർമയാണ് ഒരു അന്തശീതളത അനുഭവപ്പെടും.
ഒരു തണുപ്പ് അവിടെ അനുഭവപ്പെടും. അപ്പോൾ മഹാന്യാസ മന്ത്രജപം കൊണ്ട് ശരീരാദി ഭാവത്തെ സ്ഫുടം ചെയ്ത് ഋഷി, ഛന്ദസ്, ദേവത ക്രമത്തിൽ ഉത്പത്തി സ്ഥാനത്ത് ചെന്ന് ആ രുദ്രസ്വരൂപ ഭാവം, രുദ്രസ്വരൂപ ദേവതാഭാവം, ആ ദേവതയുടെ ഭാവം സുവ്യക്തമാകും. അംഗന്യാസ, കരന്യാസ, ദിഗ്ബന്ധനത്തിലൂടെ സാക്ഷാത് രുദ്രസ്വരൂപമായി രുദ്രം ജപിക്കുമ്പോൾ, രുദ്രം തന്നെ രുദ്രം ജപിക്കുന്നതിനാൽ അവിടെ ജപിക്കുന്നത് രുദ്രനാണല്ലോ. രുദ്രൻ തന്നെ രുദ്രം ജപിക്കുന്നതിനാൽ അതു തന്നെ രുദ്രം അല്ലേ? അതാണ് രുദ്രം. ഈ ജ്ഞാനാനുഭവം ധാരമുറിയാതെ എപ്പോഴും നിൽക്കണം. അങ്ങനെ നിൽക്കാനാണ് രുദ്രാഭിഷേകം. എപ്പോഴും ധാരമുറിയാതെ ഈ ജ്ഞാനാനുഭവം ശിവസ്വരൂപം കൂടെ ഉണ്ട് എന്നുള്ളതിനെ അനുഭവതലത്തിൽ അറിയണം. അതിനാണ് രുദ്രാഭിഷേകം. അങ്ങനെ അറിയാനുള്ള ഭാഗ്യം ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.